യു.എസ്. പിടികൂടിയ വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്ക് ഹിന്ദുമതവുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അദ്ദേഹം കൈത്തണ്ടയിൽ ഒരു പുണ്യ നൂൽ ധരിച്ചിരുന്നു. ഗണപതിയുടെ ചിത്രം രേഖപ്പെടുത്തിയ ഒരു വാച്ച് പലപ്പോഴും അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ കണ്ടിട്ടുണ്ട്. പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വെനസ്വലയുടെ ദേശീയ ദിനത്തിനായുള്ള ക്ഷണക്കത്തുകളിൽ ഹിന്ദു ചിഹ്നമായ ഓം എന്നതും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. സത്യസായി ബാബയോടുള്ള അദ്ദേഹത്തിന്റെ ഹിന്ദുമതത്തിലുള്ള ശക്തമായ വിശ്വാസം തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണിത്. ജനനം മുതൽ ഒരു ക്രിസ്ത്യാനിയായതിനാൽ നിക്കോളാസ് മഡൂറോ ഹിന്ദുമതത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് മഡൂറോ വളർന്നത്. ഭാര്യ സിലിയ ഫ്ലോറസിലൂടെ സത്യസായി ബാബയുടെ കടുത്ത ഭക്തനായി മാറി. ഇതോടെ ഹിന്ദു മതത്തോടുള്ള പ്രത്യേക അടുപ്പം ആരംഭിച്ചു. മഡൂറോയുടെ ഭാര്യയാണ് അദ്ദേഹത്തിന് ഹിന്ദുമതം എന്താണ് എന്ന് പരിചയപ്പെടുത്തിയത്. വിവാഹത്തിന് വളരെ മുൻപ് തന്നെ 2005 സത്യസായി ബാബയെ പരിചയപ്പെടുത്തുന്നതിനായി മഡൂറോയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഫ്ലോറസ് ആണ്. ആ സമയത്ത് ഫ്ലോറസ് മുൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസിന്റെ അഭിഭാഷകനായിരുന്നു. മഡൂറോ അസംബ്ലി സ്പീക്കറുമായിരുന്നു. മഡൂറോ വിദേശകാര്യമന്ത്രിയായി നിയമിതനായപ്പോൾ ഫ്ലോറസ് സ്പീക്കറായി ചുമതലയേറ്റു. ഇവരുടെ ഓഫീസിൽ സത്യസായി ബാബയുടെ ഒരു ചിത്രമുണ്ടത്രേ. ഫ്ലോറസ് മഡൂറോയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഫോട്ടോകളിൽ അദ്ദേഹം സായിബാബയുടെ കാൽക്കൽ ഇരിക്കുന്നതായി കാണാം. അദ്ദേഹം ബാബയുമായി ഒരു സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എടുത്തു പറയേണ്ടത് കാരക്കാസിലെ പ്രസിഡൻഷ്യൽ പാലസിലെ മഡൂറോയുടെ സ്വകാര്യ ഓഫീസിൽ സായിബാബയുടെ ഒരു വലിയ ഫ്രെയിം ചെയ്ത ഫോട്ടോ കാണാം എന്നത് തന്നെയാണ്. സൈമൺ ബോളിവർ, അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഹ്യൂഗോ ചാവേസ് തുടങ്ങിയ വെനസ്വലൻ വിപ്ലവകാരികളുടെ ഫോട്ടോകൾക്കൊപ്പമാണ് ഈ ഫോട്ടോ പ്രദർശിപ്പിച്ചിരുന്നത്. നിലവിൽ അമേരിക്കൻ നിക്കോളാസ് മഡൂറോയും ഭാര്യ സിലിയയും അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ അവർ വിചാരണയിലാണ്. കത്തോലിക്കനായി വളർന്ന മഡൂറോയ്ക്ക് ആദ്യമായി സത്യസായി ബാബയെ പരിചയപ്പെടുത്തിയത് 2005 അദ്ദേഹത്തിന്റെ ഭാര്യ സിലിയ ഫ്ലോറസ് ആണ്. ഇരുവരും വിവാഹിതരാകുന്നതിന് മുൻപായിരുന്നു ആ കണ്ടുമുട്ടൽ. സത്യസായി ബാബയുടെ കടുത്ത അനുയായിയായിരുന്നു ഉരുക്കുവനിത എന്നും അറിയപ്പെടുന്ന ഫ്ലോറസ്. 2005 വെനസ്വലയുടെ വിദേശകാര്യമന്ത്രിയായിരിക്കവേ മഡൂറോ ഭാര്യ സിലിയയോടൊപ്പം ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിലെത്തി ബാബയെ സന്ദർശിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പമാണ് അദ്ദേഹം പ്രശാന്തി നിലയം സന്ദർശിച്ചത്. ഈ സന്ദർശനത്തെക്കുറിച്ച് സത്യസായി സെന്റർ പ്രസ്താവനയും ഇറക്കിയിരുന്നു. മഡൂറോയും ഭാര്യയും ബാബയെ സന്ദർശിച്ചതിന്റെ ചിത്രം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. മഡൂറോ അധികാരത്തിലെത്തിയപ്പോൾ കാരക്കാസിലെ മിറ ഫ്ലോറസ് കൊട്ടാരത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്വകാര്യ ഓഫീസിൽ സൈമൺ ബോളിവറിനും ഹ്യൂഗോ ഷാവേസിനും ഒപ്പമാണ് സായിബാബയുടെ ഛായാചിത്രം തൂക്കിയിട്ടിരുന്നത്. രാജ്യത്ത് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം ശക്തമാകുന്ന വേളകളിൽ പോലും മഡൂറോ കുടുംബം സായിബാബയോടുള്ള ഭക്തി കാത്തു സൂക്ഷിച്ചിരുന്നത്രേ. 2011 സത്യസായി ബാബ അന്തരിച്ചപ്പോൾ മഡൂറോ ഔദ്യോഗിക അനുശോചന പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വെനസ്വലയുടെ ദേശീയ അസംബ്ലി ഔദ്യോഗിക അനുശോചന പ്രമേയം പാസാക്കി. രാജ്യത്ത് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. 2025 നവംബർ 23 മഡൂറോ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. സത്യസായി ബാബയുടെ ശതാബ്ദി അനുസ്മരിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ കണ്ടുമുട്ടിയ നിമിഷം ഞാൻ എപ്പോഴും ഓർക്കുന്നു. ആ മഹാനായ അധ്യാപകന്റെ ജ്ഞാനം നമ്മെ പ്രബുദ്ധരാക്കുന്നത് തുടരട്ടെ എന്നാണ് പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത്. ഗുരുവിനെ വെളിച്ചത്തിന്റെ മനുഷ്യൻ എന്നാണ് മഡൂറോ വിശേഷിപ്പിച്ചിരുന്നത്. കൂടാതെ നിലവിൽ വെനസ്വലയുടെ ഇടക്കാല പ്രസിഡന്റായ ഡൽസി ഇലോന റോഡ്രിഗസും സായിബാബയുടെ അനുയായിയാണ്. 2019, 23, 24 വർഷങ്ങളിൽ അവർ ആന്ധ്രാപ്രദേശിലെ ബാബയുടെ ആശ്രമം സന്ദർശിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ. സത്യസായി ബാബ പ്രസ്ഥാനം സജീവമായ 113 രാജ്യങ്ങളുണ്ട് ലോകത്ത്. അതിലൊന്നാണ് വെനസ്വേല. 1974 കാരക്കാസിലാണ് ആദ്യത്തെ സായി സെന്റർ തുറക്കുന്നത്. 1972 ആർലറ്റ് മേയർ എലിസബത്ത് പാമർ എന്നിവർ ബാബയെ സന്ദർശിക്കുകയും കടുത്ത അനുയായികളായി മാറുകയും ചെയ്തു. തുടർന്ന് 1974 ഓഗസ്റ്റ് 22 അവർ കാരക്കാസിൽ സായി കേന്ദ്രം തുറക്കുകയായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ സായി ട്രസ്റ്റ് രാജ്യത്ത് നിരവധി സ്ഥാപനങ്ങളും കേന്ദ്രങ്ങളും തുറന്നു. കാരക്കാസ്, മറാക്കേബോ, ബാർക്വീസ് മെറ്റോ, കുമാന, സിയൂഡാഡ്, ബോളിവർ, പ്യൂട്ടോ, ഓർഡാസ്, മെറിഡ, മാർഗരിറ്റ ദ്വീപ് തുടങ്ങിയ നിരവധി നഗരങ്ങളിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിപാടികളിൽ 3000-ലധികം ആളുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.